നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ വാക്കിനായി കാത്തിരിക്കുകയാണെന്നും ഇറാനിൽ ഖമനേയി പരമ്പരയെ തുടച്ചു നീക്കാനുള്ള ആക്രമണത്തിനായി ഇസ്രയേൽ പൂർണ്ണ സജ്ജമാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്. ട്രംപിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രം ഇറാനെ ആക്രമിക്കുക എന്ന ഉദ്ദേശമാണ് ഇസ്രയേലിനുള്ളത്. വെടിനിർത്തലിനിടയിലും ഇറാനെതിരെ ഇസ്രയേലും USഉം ആക്രമണ മുന്നറിയിപ്പ് മുഴക്കുന്നത് എണ്ണവില വീണ്ടും കൂടാനിടയാക്കിയിട്ടുണ്ട്. ഓഹരി വിപണികൾ സമ്മിശ്രമായാണ് പ്രതികരിക്കുന്നത്. സ്വർണ്ണവില താഴേക്ക് നീങ്ങി. തലസ്ഥാനമായ ടെഹ്റാന്റെ ആകാശത്ത് എതിരാളിയുടെ സാന്നിധ്യം സംശയിച്ചതിനെ തുടർന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തു എന്ന് ഇറാൻ അറിയിച്ചതാണ്. ഇതോടുകൂടി വിപണികളിൽ ആശങ്ക വിതയ്ക്കുകയാണ്. എന്നാൽ ഇസ്രയേലിൽ നിന്ന് ആക്രമണ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചത് ഇസ്രയേലായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയി പരമോന്നത നേതാവായി. മുജ്തബ പക്ഷേ പിന്നീട് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ ഹോർമുസ് അടച്ചത് താനാണെന്നും ഇറാനുമായി ഡീലിന് തനിക്ക് ധൃതിയൊന്നുമില്ല എന്നും US പ്രസിഡന്റ് ട്രംപ് പറയുന്നു. ഹോർമുസ് കടലിടുക്കിന്മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. മെച്ചപ്പെട്ട ഡീലിനായാണ് ശ്രമിക്കുന്നത്. എനിക്ക് ധൃതി ഒട്ടുമില്ല. ഞാനാണ് ഹോർമുസ് അടച്ചത്. അത് തുറന്നിട്ടാൽ ഇറാന് ദിവസേന 500 മില്യൺ വീതം കിട്ടും. അവർ അങ്ങനെ പണമുണ്ടാക്കേണ്ട. അതുകൊണ്ടാണ് അടച്ചത്, ട്രംപ് പറയുന്നു. ഇറാനിയൻ നേതൃത്വത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം അവിടെ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാനിയൻ കമാൻഡോകൾ 2 കണ്ടെയ്നർ കപ്പലുകൾ പിടിച്ചെടുത്തതും കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യാൻ 6 മാസം എടുക്കും എന്ന US റിപ്പോർട്ടും ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നതാണ്. ഇറാനിലെ 75% ആക്രമണ ലക്ഷ്യങ്ങളും കൈവരിച്ചുവെന്നും അണുബോംബ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിൽ ആണവാക്രമണ പദ്ധതി ഉണ്ടായിരുന്നോ എന്ന ചില മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ട്രംപ് പൊട്ടിത്തെറിച്ചു. എന്തൊരു വിഡ്ഢി ചോദ്യമാണത്. എന്താണ് അണുബോംബിന്റെ ആവശ്യം? അല്ലാതെ തന്നെ ഇറാന്റെ നട്ടെല്ലൊടിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ആർക്കെതിരെയും അണുബോംബ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതേ ട്രംപ് തന്നെയാണ് ആണവ കോഡ് ചോദിച്ച് സൈനികരോട് ചോദിച്ചു എന്നുള്ള ന്യൂസും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതേസമയം ഹോർമുസിൽ കപ്പൽ പാതയിൽ മൈനുകൾ വിതറുന്ന ഇറാനിയൻ ബോട്ടുകൾക്ക് നേരെ ട്രംപ് ഷൂട്ട് ആൻഡ് കിൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. USുമായി ധാരണയിലെത്തും വരെ ഹോർമുസ് കടന്ന് ഒരു കപ്പലും പോകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ബോട്ടുകളെ തകർക്കുന്നതിന് ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. ഹോർമുസിൽ തടസ്സമായി നിൽക്കുന്ന ഏതു ബോട്ടും അവ എത്ര ചെറുതാണെങ്കിലും വെടിവെച്ചു വീഴ്ത്താൻ നാവികസേനയോട് ഞാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്ന് ട്രംപ് അറിയിച്ചു. ഹോർമുസിലെ ഇറാന്റെ നാവികസേന ബോട്ടുകൾ തകർക്കാനാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവരുടെ നാവിക കപ്പലുകളിൽ 159 എണ്ണം ഇതിനോടകം തന്നെ കടലിനടിയിലാണെന്നും ട്രംപ് പറഞ്ഞു. ഒരു മടിയും കാണിക്കരുത്. ഇതിനു പുറമെ നമ്മുടെ മൈൻ സ്വീപ്പറുകൾ നിലവിൽ കടലിടുക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് അറിയിച്ചു. ആ പ്രവർത്തനം 3 ഇരട്ടിയാക്കാനും ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. ഹോർമുസിൽ ഇറാൻ കഴിഞ്ഞ ദിവസം 3 കപ്പലുകൾ ആക്രമിക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. നാവിക ഉപരോധത്തിലൂടെ ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ USും പിടിച്ചെടുക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഹോർമുസിൽ കപ്പലുകളെ തടയുന്ന ഇറാനിയൻ ബോട്ടുകൾ തകർക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ്. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ എണ്ണ കടത്തുകയായിരുന്ന മറ്റൊരു ടാങ്കർ കൂടി US സേന പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഗിനിയൻ പതാക ഘടിപ്പിച്ച മജസ്റ്റിക് എക്സ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങളും പെന്റഗൺ പുറത്തുവിട്ടു. ഇറാന് ഭൗതിക സഹായം നൽകുന്ന ഇത്തരം കപ്പലുകളെയും അനധികൃത ശൃംഖലകളെയും തകർക്കാനുള്ള ആഗോള നടപടികൾ തുടരുമെന്ന് അമേരിക്കൻ യുദ്ധകാര്യ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ശ്രീലങ്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വെച്ചാണ് മജസ്റ്റിക് എക്സ് പിടിയിലായത്. മുൻപ് US സേന പിടിച്ചെടുത്ത ടിഫാനി എന്ന കപ്പലും ഇതേ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത്. ചൈനയിലെ ഷൌഷാനിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. 2024 ഇറാനിയൻ എണ്ണ കടത്തിയതിന് അമേരിക്കൻ ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലാണിതെങ്കിലും പേര് മാറ്റി സർവീസ് നടത്തുകയായിരുന്നു. കപ്പൽ പിടിച്ചെടുത്ത നടപടിയോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകൾ 3 ചരക്ക് കപ്പലുകളെ ആക്രമിക്കുകയും അതിൽ 2 എണ്ണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം പേർഷ്യൻ ഗൾഫ്,
ഹോർമുസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലായി 30-ലധികം കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ആക്രമണ ഭീഷണിയും ഇൻഷുറൻസ് തുകയിലുണ്ടായ വർധനവും കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം കാരണം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 എന്ന നിരക്കിൽ തുടരുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിലും സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്കായി കടലിടുക്ക് തുറന്നുകൊടുക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹോർമുസിൽ ഇറാനും US-ഉം കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിൽ മത്സരിക്കുന്നതും എണ്ണ വിപണിയുടെ കുതിപ്പിന് വളം വെച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇസ്രയേലും ലെബനനും 3 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ ധാരണയിലെത്തിയെന്ന് ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വൈകാതെ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. കടലിടുക്കിൽ മൈനുകൾ വിതറിയിരിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും. കടൽപാതകളിലെ മൈനുകൾ നീക്കം ചെയ്യാൻ 6 മാസം എടുക്കുമെന്ന് പെന്റഗൺ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 20 മൈനുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇവയിൽ ചിലത് ചെറിയ ബോട്ടുകൾ വഴിയും മറ്റുള്ളവ റിമോട്ട് സംവിധാനം വഴിയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്തുന്നത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് തെറ്റാണെന്ന് പെന്റഗൺ വക്താവ് പ്രതികരിച്ചു. അതേസമയം അമേരിക്കൻ മൈൻ സ്വീപ്പറുകൾ 3 ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏത് ബോട്ടിനെയും വെടിവെച്ചു വീഴ്ത്താൻ നാവികസേനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ സുരക്ഷാ ഭീഷണിയാണ് നിലവിലുള്ളതെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി മേധാവി ഫാത്തി ബിറോൾ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് തനിക്ക് ധൃതിയില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും തകർക്കപ്പെട്ടുവെന്നും അത് അവർ ഏതെങ്കിലും ശക്തി സംഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഏറ്റവും മികച്ച കരാറാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിക്കുകയാണെന്ന് ആരോപിച്ച് ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്നാൽ ഇറാനിലെ ഭരണാധികാരികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ചർച്ചകൾ നടക്കാത്തതിന് കാരണമെന്നാണ് ട്രംപ് പറയുന്നത്. മുൻ സുപ്രീം ലീഡർ അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അധികാരമേറ്റ മുസ്തഫ ഖമേനി പിതാവിനെ പോലെ ശക്തനല്ലെന്നും ട്രംപ് പരിഹസിച്ചു. ഫെബ്രുവരി 28-ന് നടന്ന US-ഇസ്രയേൽ ആക്രമണത്തിൽ മുസ്തഫ ഖമേനിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി ശസ്ത്രക്രിയകൾ ആവശ്യമാണെങ്കിലും മാനസികമായി അദ്ദേഹം ആരോഗ്യവാനാണെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇറാനിലെ വിപ്ലവ ഗാർഡുകൾക്ക് നിലവിൽ ഭരണത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രീക്ക്, പനാമ കപ്പലുകൾ പിടിച്ചെടുത്തത് നാവിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാലാണെന്ന് അവർ അവകാശപ്പെട്ടു. യുദ്ധം കാരണം ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവ പിടിക്കപ്പെട്ടത്. കടലിടുക്ക് അടച്ചിടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇന്ധനവില വർധനവ് നവംബറിൽ നടക്കാനിരിക്കുന്ന US മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ ട്രംപിനും വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തും. ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണി ഇസ്രയേൽ മുഴക്കുകയും ഹോർമസ് തുറക്കാൻ ഉദ്ദേശമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ക്രൂഡ് ഓയിൽ വില മുന്നേറിയത്. രാജ്യാന്തര സ്വർണ്ണവില ഇടിയുകയും ചെയ്തു. ഓഹരി വിപണികളും ആശങ്കയിലാണ്. US ക്രൂഡ് WTI വില ബാരലിന് 1.29% വർദ്ധിച്ച് $97.09 ബ്രന്റ് വില 1.47% മുന്നേറി $106.6 എണ്ണവില വർധന പണപ്പെരുപ്പ പേടിക്കും US ഡോളറിന്റെ മുന്നേറ്റത്തിനും വഴിവെച്ചത് സ്വർണത്തിന് ക്ഷീണമാവുകയും ചെയ്തു. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $39 താഴ്ന്നു $4,695 എത്തി. ഇതാണ് ട്രെൻഡ് എങ്കിൽ കേരളത്തിൽ ഇന്ന് രാവിലെ വില കുറയും. US ഡോളർ ഇൻഡെക്സ് അഥവാ യൂറോ, യെൻ, പൗണ്ട് തുടങ്ങി 6 പ്രധാന കറൻസികൾക്കെതിരായ ഡോളർ സൂചിക 0.21% ഉയർന്ന് 98.80 എത്തി. US-ഇസ്രയേലി സഖ്യവും ഇറാനും തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടാകാനുള്ള സാധ്യത നിഴലിക്കുന്നതും ഹോർമുസ് പ്രതിസന്ധിയും എണ്ണവില വർധനയും ഓഹരി വിപണികളെ പിടിച്ചുലയ്ക്കുകയും ചെയ്യുന്നു. US-ൽ ഡൗ ജോൺസ് ഓഹരി സൂചിക 0.36%, നാസ്ഡാക്ക് 0.89%, S&P 500 സൂചിക 0.41% എന്നിങ്ങനെ താഴ്ന്നിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.